തവക്കുലാക്കണം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചില വിശേഷണങ്ങൾ പറയാം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തവക്കുലായി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. അവർക്കെപ്പോഴും തവക്കുൽ ഒഴിവാക്കിയിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് മരക്കച്ചവടം ചെയ്തിട്ട് അതിൽ പണമുണ്ടാക്കണമെന്ന നിയ്യത്ത് വെച്ചില്ല. മരം കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഉള്ളിൽ പൊള്ളയുണ്ടാകാം, മരം നല്ലതാണെന്ന് പറയാൻ കഴിയില്ല, മരം അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ അവസാനം കച്ചവടം പൊട്ടിപ്പാളീസാവുകയാണ്. അവർ തവക്കുലാക്കി ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ തവക്കുലാണ്. തവക്കുലാക്കി ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമുക്ക് റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാ പക്ഷിപ്പറവകൾക്കും എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുന്ന റബ്ബാണ്. അവൻ തന്നെയാണ് നമുക്കും ഭക്ഷണം തരുന്നവനവനാണ്. കാഫിറിന് ഭക്ഷണം കൊടുക്കുന്നവനവനാണ്. ധിക്കാരിക്കും ഭക്ഷണം കൊടുക്കുന്നവനവനാണ്. തെമ്മാടികൾക്കും ഭക്ഷണം കൊടുക്കുന്നവനവനാണ്. പിന്നെന്തിനാണ് മുഅ്മിനീങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ വമൻ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിൽ തവക്കുലാക്കിയ ആളുകൾക്ക് അല്ലാഹു മതി. നമ്മളുടെ മഹാന്മാർ അവർ തവക്കുലുള്ള ജീവിതമാണ്, അല്ലാഹുവിൽ ഏൽപ്പിച്ച ജീവിതമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ റബ്ബിൽ ഏൽപ്പിക്കുകയാണ്. സബക്ക് ചൊല്ലിക്കൊടുക്കുമ്പോ മക്കൾ അപകടത്തിൽ വെച്ച് മരിക്കുകയാണ്. ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ പൊന്നുമക്കൾ അപകടത്തിൽ വെച്ച് മരിച്ചപ്പോഴും ആ കിതാബ് അവിടെ കൂട്ടിവെച്ച് മക്കളേക്ക് ഓടിപ്പോയില്ല. കാളമ്പാടി ഉസ്താദ് ആ ഇൽമിനോട്, ആ കിതാബിനോട്, ആ ഹദീസിനോട് ഉള്ള ബഹുമാനം കൊണ്ട് സ്വന്തം മക്കൾ അപകടത്തിൽ വെച്ചു മരിച്ചുവെന്ന് കേട്ടപ്പോൾ പോലും ഈ കിതാബ് വലിച്ചെറിഞ്ഞോ, കൂട്ടിവെച്ചോ, മടക്കി വെച്ചോ പോയില്ല. അങ്ങനെ പോകില്ല. അവർ അല്ലാഹുവിൽ തവക്കുലാക്കിയവരാണ്. അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് തവക്കുലിന്റെ അഹ്ലുകാർ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളുടെ മക്കളിൽ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ സ്വത്ത്, വാഹനം, നമ്മുടെ കച്ചവടം, എല്ലാത്തിലും അല്ലാഹുവിൽ തവക്കുലാക്കണം. മന്ത്രവാദികളിലല്ല തവക്കുലാക്കേണ്ടത്, തകിടുകളിലല്ല തവക്കുലാക്കേണ്ടത്, മറ്റെവിടെയും അല്ല തവക്കുലാക്കേണ്ടത്. തവക്കുലാക്കേണ്ടത് റബ്ബ് തആലയിലാണ്. ഏതോ ഒന്ന് കുറഞ്ഞ കട്ട എന്തോ ഒന്നായല്ല, ചെറിയൊരു മിസ്റ്റേക്ക് എന്തോ വന്ന പോലെ തോന്നി അല്ലേ? അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് ജീവിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തവക്കൽതു അലല്ലാഹ് നമ്മളെപ്പോഴും ചൊല്ലാൻ മറക്കരുത്. രണ്ടും കൈകൾ ഉയർത്തിയിട്ട് യാ റബ്ബേ. കോളേജിൽ പോകുന്ന മക്കളെ കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. കള്ള്, കഞ്ചാവ്, വേണ്ടാത്തരങ്ങൾ, അന്യരിൽ ലയിച്ചു പോകുന്ന പ്രേമങ്ങൾ, സ്നേഹങ്ങൾ, ഇതിലെല്ലാം അടിമപ്പെട്ടു പോകുന്ന കാലാവസ്ഥയിൽ പടച്ചോനെ എൻ്റെ മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, എൻ്റെ വീട് നിന്നെ ഏൽപ്പിക്കുകയാണ്, എൻ്റെ കച്ചവടം നിന്നെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് സാധ്യമല്ല ലിംബയിൽ കൊണ്ടുവന്ന് മാട്ടം വെച്ചെറിയുന്നവരെ സഹിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. തകിടുകളെ ഇത് കച്ചവടത്തിന് മാട്ടം വെക്കുന്നത് തിരിച്ചു ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. നീ പൊറുക്കുന്നതുമല്ല. അല്ലാ അല്ലാ, എൻ്റെ കച്ചവടം ഞാൻ നിന്നിലേൽപ്പിക്കുന്നു, എൻ്റെ കുടുംബം നിന്നിലേൽപ്പിക്കുന്നു, എന്നെയും നിന്നിലേൽപ്പിക്കുന്നു അല്ലാ എന്ന് തവക്കുലാക്കി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തവക്കുൽ കുറഞ്ഞുപോയി. തവക്കുൽ കുറഞ്ഞാൽ പിന്നെ ബറക്കത്ത് കുറയും.
ജീവിതത്തിൽ അല്ലാഹുവിലുള്ള തവക്കുൽ കുറഞ്ഞാൽ കച്ചവടത്തിന്റെ ബറക്കത്ത് കുറയുന്നു, മക്കളുടെ ബറക്കത്ത് കുറയുന്നു, കുടുംബത്തിന്റെ ബറക്കത്ത് കുറയുന്നു. ബറക്കത്ത് വേണോ? അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കണം മുഅ്മിനെ. നമുക്കെല്ലാം നൽകുന്നവനാരാണ്? നമുക്കെല്ലാം നൽകിയതാരാണ്? നമുക്കെല്ലാം നൽകുന്നവനും തന്നവനും തരുന്നവനും തന്നുകൊണ്ടേയിരിക്കുന്നവനും ആരാണ്? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. പടച്ച റബ്ബ് തആലയാണ്. അല്ലാഹുവിനെ ധാരാളം വിളിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വിളിക്കുന്നവർ അല്ലാഹുവിൽ തവക്കുലാക്കിയവരാണ്. ഇടയ്ക്കിടെ സഹോദരന്മാർ മെസ്സേജ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇട്ട സ്റ്റേറ്റസിന് റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ, ഒരു മാഷാ അല്ലാഹ് വന്നില്ലെങ്കിൽ, ഒരു ലൈക്ക് വന്നില്ലെങ്കിൽ ടെൻഷനാണ്. അവൻ നോക്കിയിട്ടെന്തേ ലൈക്ക് അടിച്ചിട്ടില്ല, അവൻ നോക്കിയിട്ടെന്തേ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കാനല്ല പോയത്, അതൊരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിലേക്ക് കൈമാറാനാണ്. എന്തേ അവൻ നോക്കിയിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല? നിന്നെ മൈൻഡ് ചെയ്യേണ്ടവൻ ആരാണ്? നിനക്കെല്ലാ സുഖാഡംബരങ്ങളും നൽകുന്നവൻ ആരാണ്? ആ റബ്ബ് തആല ഇഷ്ടപ്പെടാൻ അല്ലാഹുവിനെ ധാരാളം വിളിക്കണം. ഉമ്മമാരെ, ധാരാളം അല്ലാഹനെ വിളിക്കണം. ഒരാൾ ഒരു തവണ അല്ലാഹ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിനെ വിളിച്ചു പോയാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു തആല ലബ്ബൈക അബ്ദീ ലബ്ബൈക്, എന്റെ അടിമ എന്നെ വിളിച്ചോ, ഞാനാ വിളി കേട്ടിട്ടുണ്ട്, ഞാനാ വിളിക്കുത്തരം ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു 3 തവണ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കണം. പിന്നെ അല്ലാഹു ഇഷ്ടപ്പെടാൻ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. ജീവിതത്തിൽ തഖ്വയുള്ള ആളുകൾ, അല്ലാഹുവിനോട് ഭയപ്പാടുള്ള ആളുകൾ, രഹസ്യവും പരസ്യവും കാണുന്ന റബ്ബ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, സൂക്ഷ്മമായി അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഈ കാണുന്ന റബ്ബിന് തഖ്വ ചെയ്യുന്നവരായാൽ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. കാസിം ഉസ്താദിനെ അനുസ്മരിക്കുന്നു, ജബ്ബാർ ഉസ്താദിനെ അനുസ്മരിക്കുന്നു, കാളമ്പാടി ഉസ്താദിനെ അനുസ്മരിക്കുന്നു, ശൈഖുനാ ശംസുൽ ഉലമയെ അനുസ്മരിക്കുന്നു, കണ്ണിയത്ത് ഉസ്താദിനെ അനുസ്മരിക്കുന്നു. ഇതെന്നിന്റെ ലക്ഷണമാണ്. അവർ അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിച്ചവരാണ്. ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അവർ ഔലിയാക്കന്മാരാണ്, തഖ്വയുള്ളവരാണ്, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവരാണ്. വുളു ഇല്ലാതെ നടക്കാറ് പതിവില്ല. ശൈഖുനാ ശംസുൽ ഉലമ എപ്പോഴും വുളുയിലാണ്. ശംസുൽ ഉലമയെ സ്നേഹിക്കുന്നവർ ആ ഗുണപാഠം നമ്മൾ ഏറ്റെടുക്കണം. എപ്പോഴും വുളുയിലായി കഴിഞ്ഞാൽ, ഉമ്മ, സഹോദര, സഹോദരി, കച്ചവടക്കാരാ, ജോലിക്കാരാ, നീ വുളു ചെയ്തുകൊണ്ട് ചെയ്യുന്ന സകലതും എപ്പോഴും നീ വുളുയിലാണോ? അല്ലാഹുവിന്റെ മലക്കിന്റെ കാവലിലാണ് നീയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും വുളുയിലായി ജീവിക്കുക, അല്ലാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ടുള്ള ജീവിതം കാഴ്ചവെക്കുക. നിസ്കാരം ഖലാക്കാതെ, സുബഹി അടക്കമുള്ള നിസ്കാരം, സുബഹി മാത്രമല്ല ഏത് നിസ്കാരവും ഖലായി പോകരുത്. ഖലായാലോ വമൻ നാറല വിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ, ബുദ്ധിമുട്ടുള്ള ജീവിതം അവർക്ക് അല്ലാഹു നൽകുകയാണ്. എന്തേ? നിസ്കാരം ഖലായാൽ ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ജോലിയുടെ പേര് പറഞ്ഞ്, കച്ചവടത്തിന്റെ പേര് പറഞ്ഞ്, സീസന്റെ പേര് പറഞ്ഞ്, മറ്റ് പല കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, മൈലാഞ്ചിയുടെ പേര് പറഞ്ഞ്, അപ്പത്തമംഗളത്തിന്റെ പേര് പറഞ്ഞ് നമ്മളിൽ നിന്ന് നിസ്കാരം നഷ്ടമായാൽ
ഒരു വക്ത് നിസ്കാരം കളാക്കിയാൽ ഭാര്യയും ഭർത്താവും 50,000 കൊല്ലം 1,00,000 കൊല്ലം ഭാര്യയും ഭർത്താവും തമ്മിൽ കില്ലാതെ അവൻ കഴിയേണ്ടി വരുമെന്നാണ്. സ്വർഗത്തിലാണെങ്കിൽ പോലും അവന്റെ ഭാര്യയെ അവനിക്ക് കാണാൻ ഒരുപാട് സമയം പിടിക്കുന്നു. നിസ്കാരം കളാക്കിയതിന്റെ പേരിലാണ്. തഖ്വ വേണം. തഖ്വ, അല്ലാഹുവിനോടുള്ള ഭയപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, ഫർളുകൾ മുറ പോലെ വീട്ടി സുന്നത്തുകൾ ധാരാളം ചെയ്ത്, മുഅ്മിനീങ്ങളെ, ഉമ്മമെങ്ങന്മാരെ, തഖ്വയുടെ ഭാഗം നമ്മുടെ വേഷവിധാനങ്ങൾ പോലും അള്ളാന്റെ റസൂല് പറഞ്ഞത് വെള്ള വസ്ത്രമാണ്, അതിന് ബഹുമാനമുണ്ട്. ആലിമീങ്ങളെല്ലാം ധരിച്ച വസ്ത്രം വെള്ളയാണ്. കല്ലാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ഒരുപാട് തഫ്സീറുകളുണ്ട്. മഹാന്മാര് പറയുന്നു ഭയഭക്തിയുടെ ഇസ്ലാമിക വേഷവിധാനമാണ് ഖൈറ് എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്. നല്ല വസ്ത്രം ധരിക്കണം, തലമറക്കുന്ന വസ്ത്രം ധരിക്കണം. ചെറുപ്പക്കാർ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറക്കുന്ന വസ്ത്രം ധരിക്കണം. പാശ്ചാത്യരുടെ ശൈലി സ്വീകരിച്ചിട്ട് മുട്ടുപൊക്കിൾ മറക്കാത്ത വസ്ത്രമായി പോകരുത്. ഉമ്മമാർ വസ്ത്രം ധരിക്കുമ്പോ ടൈറ്റ് ഫിറ്റായിട്ടുള്ള വസ്ത്രങ്ങളല്ല, നല്ല ലൂസായിട്ടുള്ള വസ്ത്രമാണ്. പർദയുടെ, ബുർക്കയുടെ ഉള്ളിലുള്ള വസ്ത്രം കാണാൻ, അതിന്റെ സ്റ്റോണ് കാണാൻ, ഡിസൈന് കാണാൻ പർദകളിൽ നിന്ന് നെറ്റാണ്. മുട്ടിന് താഴെ അങ്ങോട്ട് നെറ്റ്, കൈയിന് താഴെ കൈ മുഴുവനും നെറ്റ്, അരയുടെ പകുതി നെറ്റ്. പിന്നെന്തിന് പർദ ധരിക്കണം അല്ലേ? പർദയുടെ ഉള്ളിലുള്ള ഡ്രസ്സിന്റെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് പല ഭാഗത്തും പർദയിൽ നെറ്റാണെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ പർദ ഒഴിവാക്കിയിട്ട് ഉള്ള ഡ്രസ്സിനും നെറ്റ് വരുമോ അല്ലേ? കയ്യിലും കാലിലും അവിടെയും ഇവിടെയൊക്കെ നെറ്റ്. ഉമ്മമാരെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളാകരുത്. എന്തിനാണ് പർദ ധരിക്കുന്നത്? നിങ്ങൾ ഉള്ളിൽ അണിഞ്ഞ വസ്ത്രവും നിങ്ങളുടെ തടിയുടെ വണ്ണ വലുപ്പവും കാണാതിരിക്കാൻ വേണ്ടി പഴയകാല മഹാന്മാർ, മഹദികൾ, അവർ മൂടിപ്പൊതിഞ്ഞു പോയ കറുത്ത കരിമ്പിടത്തിന് പകരമാണ് പർദ. ശരീരത്തിന്റെ വണ്ണ വലുപ്പം കാട്ടാനല്ല, ശരീരത്തിന്റെ കൈയിന്റെ, കാലിന്റെ, അരയുടെ, നെഞ്ചിന്റെ വണ്ണ വലുപ്പം കാട്ടാനുള്ളതല്ല, സൗന്ദര്യം മറക്കാനുള്ളതാണ് പർദ. പുതിയ ഡ്രസ് അണിഞ്ഞിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ചുറ്റും നടന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുകയാ, അല്ല ആയിഷ, ഈ അഹങ്കാരം അല്ലാഹു പൊരുത്തപ്പെടുമോ? പുതിയ ഡ്രസ് ഇട്ട് വീട്ടിന്റെ ചുറ്റും നടന്നപ്പോൾ ചീത്ത പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കേൾക്കേണ്ട താമസം ആ ഡ്രസ് അത് ഊരിയഴിച്ച് പാവപ്പെട്ടവർക്ക് സദഖ ചെയ്തു ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അമ്മമാരെ, വേഷവിധാനം നല്ലതാക്കണം, തഖ്വയുള്ള വസ്ത്രം ധരിക്കണം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള വേഷവിധാനമാകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം അല്ലാഹ്. ചെറുപ്പക്കാർ മുടിവെട്ടുമ്പോഴും താടി വെട്ടുമ്പോഴും മീശ വെട്ടുമ്പോഴും എല്ലാം ഇസ്ലാമിക സംസ്കാരം ഓർമ്മ വേണം. പാന്റ് ധരിക്കുമ്പോഴും കുപ്പായം വാങ്ങുമ്പോഴും തലമറക്കാനുള്ളൊരു തൊപ്പിയെങ്കിലും, നിസ്കരിക്കുമ്പോഴെങ്കിലും തലമറക്കാൻ, പെരുന്നാളിലെങ്കിലും തലമറക്കാൻ, റമളാനിലെങ്കിലും തലമറക്കാൻ, ഒരു വെള്ളിയാഴ്ചയെങ്കിലും തലമറക്കാൻ, ഒരു തലമറക്കുന്നൊരു തൊപ്പിയെങ്കിലും വാങ്ങാൻ മനസ്സ് കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹുവേ, ഖൈർ നൽകണം അല്ലാഹ്. പിന്നെയോ അല്ലാഹ് ഇഷ്ടമുള്ള ആളുകൾ വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ,
നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ധാരാളം നന്മ ചെയ്യണം. നമ്മൾ നന്മ ചെയ്ത ആളുകൾക്ക് മാതൃകയാകണം. ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് വയലും കഴിഞ്ഞ് വാഹനത്തിലൂടെ യാത്ര പോകുമ്പോ റോട്ടിൽ ചത്തുകിടക്കുന്നൊരു പൂച്ചയെ കണ്ടപ്പോ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞിട്ട്, ആരാണ് ചെറുശ്ശേരി ഉസ്താദ്? ശൈഖുനാ ശംസുൽ ഉലമയുടെ സ്ഥാനത്തിരുന്ന സെക്രട്ടറിയായ സമസ്തയുടെ നേതാവായ ചെറുശ്ശേരി ഉസ്താദ് പോകുന്ന വഴിയിൽ ചത്തുകണ്ട പൂച്ചയെ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു നട്ടപ്പാതിരാ രാത്രി. എന്നിട്ട് ആ പൂച്ചയെ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അവിടെ നിന്ന് കൂടിക്കൊടുത്ത് ആ പൂച്ചയെ മറവ് ചെയ്തിട്ടാണ് ചെറുശ്ശേരി ഉസ്താദ് യാത്ര തുടർന്നത്. ജീവിതത്തിൽ എത്ര പൂച്ചകൾ ചത്തുപോയത് കണ്ടിട്ടുണ്ട്, എത്ര കോഴികൾ ചത്തുപോയത് കണ്ടിട്ടുണ്ട്, എത്ര ജീവികൾ നശിച്ചു പോയത്. ഇന്ന് വരെ ഒരു ജീവിക്ക് വേണ്ടി നാം ഒന്ന് സൈഡ് വിട്ടുകൊടുക്കുകയോ ഒന്നവരോട് കാരുണ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? എല്ലാ ജീവജാലങ്ങളോട് കാരുണ്യം വേണം. ചെറുശ്ശേരി ഉസ്താദാകുന്ന വലിയ മനുഷ്യൻ കാറിൽ ഇരുന്ന് പറയാമായിരുന്നു, ഡ്രൈവറോട് ഒന്ന് കുഴിച്ചു മൂടിയിട്ട് വാ. അങ്ങനെ പറഞ്ഞതല്ല നമുക്ക് മാതൃകയാണ്. വാഹനം സൈഡാക്കി ഇറങ്ങി ഈ പൂച്ചയെ മറവ് ചെയ്യാൻ കൂടിക്കൊടുത്ത ശൈഖുനാ, അവരൊക്കെ നമുക്കുടെ ജീവിതത്തിൽ മാതൃകകളാണ്. നന്മകൾ ഏത് നന്മയാണ് രക്ഷപ്പെടാൻ മതിയായതെന്ന് പറയാൻ കഴിയില്ല. ശൈഖ് അബൂബക്കർ തങ്ങളെ സ്വർഗത്തിലെത്തിയപ്പോ അല്ലാഹു തആല ചോദിക്കുകയാ, അല്ല അബൂബക്കറേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകിയത് പറയാമോ? എന്തുകൊണ്ട് സ്വർഗം നൽകി? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, റബ്ബേ, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തു, തഖ്വ ചെയ്തു, ഒരുപാട് കിതാബ് എഴുതി, ഒരുപാട് നോമ്പെടുത്ത്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. അല്ലാഹു പറയുന്നു, അല്ല അബൂബക്കറേ, അല്ല, ഇതുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ ഇത്രയും വലിയ കൊട്ടാരരമ്യ ഹർമ്മ്യങ്ങൾ തന്നത്. എന്തിനാണെന്നറിയോ? ബഗ്ദാദിന്റെ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോ ചളിച്ച് തണുത്ത് വിറക്കുന്ന പൂച്ചയെ കണ്ടിട്ട് നിങ്ങളെ ഷാള് കൊണ്ട് നിങ്ങളതിനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ പൂച്ചയെ നിങ്ങൾ നല്ല രൂപത്തിൽ നോക്കി വളർത്തിയില്ലയോ? ആ പൂച്ചയാകുന്ന എന്റെ പടപ്പിനോട് നിങ്ങൾ കാട്ടിയ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് ഇന്ന് ഞാനിതാ നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നു എന്നല്ലാഹു തആല ആ മഹാനുഭാവരോട് പറഞ്ഞതായിട്ട് കിതാബിൽ കാണുമെങ്കിൽ, അവിടുത്തെ ശിഷ്യഗണങ്ങളെ സ്വപ്നത്തിലൂടെ വിഷയം അറിഞ്ഞുവെങ്കിൽ, മുഅ്മിനീങ്ങളെ നന്മ ചെയ്യണം. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ പ്രാവ് വന്ന് വെള്ളം കുടിക്കാൻ, പാരിവാള എന്താ പറയുന്നത്, പാരിവാളക്ക് വെള്ളം കുടിക്കാൻ, അപ്പുറത്തെ വീട്ടിലെ കോഴിക്ക് വെള്ളം കുടിക്കാൻ, അപ്പുറത്തെ വീട്ടിലെ ആട്ടിന് വെള്ളം കുടിക്കാൻ. നമ്മളോ അപ്പുറത്തെ വീട്ടിലെ ആട്ടിന് വിഷം കലക്കി കൊടുക്കുന്നവർ അല്ലേ? അപ്പുറത്തെ വീട്ടുകാരുടെ കോഴിക്ക് വിഷം വെക്കുന്നവർ, പൂച്ചക്ക് വിഷം വെക്കുന്നവർ, ആടിന് വിഷം വെക്കുന്നവർ. നമ്മളാരും അങ്ങനെ ആവരുത്. ആടും പശുവും പൂച്ചയൊക്കെ പോറ്റുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടല്ലാതെ മറ്റുള്ള വീട്ടുകാർക്കതൊരു ബുദ്ധിമുട്ടാക്കാൻ നമ്മളാരും മനസ്സ് കാണിക്കരുത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണമല്ലാ. ധാരാളം നന്മ ചെയ്യണം. ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യണം. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഉമ്മമാരെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് നന്മകളാണ്. അപ്പുറത്തെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കണം. അങ്ങനെയാണ്. അയൽവാസികൾ കത്തി ചോദിച്ചാൽ കത്തി കൊടുക്കണം. അയൽവാസികൾ കൊട്ടു ചോദിച്ചാൽ കൊട്ടു കൊടുക്കണം. പിക്കാസ് ചോദിച്ചാൽ പിക്കാസ് കൊടുക്കണം. അർജന്റാണെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കാറ് ചോദിച്ചാൽ കാറ് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അല്ലദീനഹും യുറാഊൻ വയംനഊൻ
യസ്മഊനൽ മാഊൻ. അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. വൈലെന്ന നരകമാണ്. ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കരുത്. അല്ലേ? നമ്മളോട് കൊട്ട് കേട്ടെങ്കിൽ എന്ത്? ഇല്ലമ്മ കൊട്ട് തള എന്ത് എന്ത് അല്ലേ? കൊട്ടിൻ്റെ കണ കൊട്ടുര കണ പോയിരുത്. അത് മുഞ്ഞണ്ട് അങ്ങ് എടുത്ത പോയിട്ട് അത് കണയല്ല പോയിരു. ഇപ്പം കത്തിയുണ്ട്. കത്തിന് ഇല്ലമ്മ അതൊരു കത്തിയുണ്ട്, അത് ബഡ്ഡായി അതിന് വേണമെങ്കിൽ എടുത്തേക്കാന്ന്. വേറെ ഉൾക്ക ജണ്ട് കത്തി വേറെമേ ഉണ്ട്, കൊടുക്കില്ല. അല്ലേ? കുക്കർ കേട്ടെങ്കിൽ കുക്കറുണ്ട്, അതിന് വിസിൽ എന്തിനു മാത്രമല്ല സമയമില്ല. ഇങ്ങനെ എപ്പോൾ 2-3 വട്ടം ചെന്നേ പിന്നെ കേൾക്ക പാടില്ലല്ലേ? ഇതൊരു ഐഡിയ പാടില്ല. അങ്ങനെയല്ല. മുഅ്മിന്റെ സ്വഭാവം 2 കത്തി വാങ്ങാൻ പണമുള്ളവർ 2 കത്തി വാങ്ങണം. ഒന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ, മറ്റൊന്ന് അയൽവാസികളും മറ്റുള്ളവരൊക്കെ ചോദിച്ചാൽ കൊടുക്കാൻ. അവനാണ് മുഅ്മിൻ. ഉമ്മ അപ്പുറത്തെ ഉത്തരങ്ങൾ ഒരു ടൊമാറ്റോ ഉണ്ടോ? ഇല്ലമ്മ ടൊമാറ്റോ ഇല്ല. നീരുള്ളി കാണാണ്ടത്ര വർഷത്ത് അല്ലേ? ഇങ്ങനെ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അള്ളാഹു പിടിച്ചു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലേ? ഒരു കാറ് കേട്ടെങ്കിൽ കാർ യന്ത്രത്തിൽ ഇഞ്ചിന് ജാമു, പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ പെട്രോൾ എടുത്താൽ വന്നിട്ട് ബീത്തിട്ട് എടുത്താൽ പോകണ്ടേന്ന് തെല്ല് ഇഞ്ചിന് ജാമു. അത് തെല്ല് ഡേഞ്ചർ ചൊന്നറ നങ്ങമ്മ എടുത്തിട്ടില്ല. ഒരു വാരം നോക്കിയിട്ട് ഫിറ്ററെല്ലാം കാട്ടിയിട്ടാണ് ഇത് തരും. വിചാരിക്കരുത് നിന്നോട് കാറ് ചോദിച്ചവൻ അവൻ ചിലപ്പോ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടവൻ ഇവനാകാം. അതാണെന്ന് കരുതിയിട്ടല്ല. ധാരാളം നന്മ ചെയ്യണം നമ്മൾ. നടക്കാൻ വഴി ചോദിച്ചാൽ ചില ആളുകൾ പറയും തെറുതറുകന്ത് ബേജാറിന്നിട്ടല്ല തന്നെങ്ങ നണ്ട മരിച്ചുപോയ അബ്ബക്ക് പുറത്താവലെ. എന്ത്? നടക്കാനുള്ള വഴി, അപ്പുറത്തെ വീട്ടുകാർക്ക് നടക്കാനുള്ള വഴി കൊടുത്താൽ മരിച്ച അബ്ബക്ക് പുറത്താവലെ. അയാള് ഖബറിൽ കിടന്നിട്ട് നിലവിളിച്ചോണ്ടുണ്ട് എന്തെങ്കിലും ഒരു ബൈ കൊടുത്തിട്ടെങ്കിലും എന്റെ ഖബറിന്റെ വഴി തുറന്നു കിട്ടാൻ. മരിച്ചുപോയ പള്ളിക്ക് സ്ഥലം കേട്ടിട്ട് എന്റെ അറിവിലുണ്ട്, പള്ളിക്ക് ഒരു 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ രാജാറ് പറഞ്ഞത് എനിക്ക് തരുന്നത് കൊണ്ട് പ്രശ്നമില്ല, മരിച്ച എന്റെ ഉപ്പാക്ക് സമാധാനാവേല. എന്റെ സമാധാനം പള്ളിക്ക് 5 സെന്റ് സ്ഥലം പൈസക്ക് കൊടുത്താൽ പോലും ഉപ്പക്ക് സമാധാനാവേല. ആ ഉപ്പാന്റെ മോനല്ലേ, പിന്നെ ഇയാൾ എങ്ങനെ തരും? അല്ലേ? മരിച്ച ഉപ്പാക്ക് സമാധാനം. അത്രയും നീചനായ ഉപ്പാന്റെ മോനായത് കൊണ്ടാണ് ഈ മകൻക്ക് സമാധാനമില്ലാത്തത്. ഒരാള് പറഞ്ഞു ഉസ്താദേ ചായ വേണ്ട. അപ്പോൾ തന്നെ വിളിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു ഇവർക്ക് ചായ വേണ്ടാത്രേ. എന്തൊരു നല്ല നിഷ്കളങ്കമുള്ള. എന്നിട്ട് നിങ്ങൾക്ക് ചായ വേണ്ടെങ്കിൽ പിന്നെ അവളെന്തിനു ബുദ്ധിമുട്ടിപ്പിക്കണം? നമ്മൾ ഈ മാമൂല് പറഞ്ഞത്, നമ്മൾ ഒരു പറച്ചിലില്ല വേണ്ട വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞത്. പിന്നെന്താ ഓർക്കതില്ല. നമ്മളെപ്പോലത്തെ മാമൂലുകൾ അവർക്കില്ല, നമ്മളെപ്പോലത്തെ നാടകങ്ങൾ അവർക്കില്ല. കൂട്ടത്തിലൊരാള് പറഞ്ഞു ചായ വേണ്ട. അപ്പോഴേ ഭാര്യയോട് വിളിച്ച് കാളമ്പാടി ഉസ്താദ് പറഞ്ഞു ചായ വേണ്ട. പിന്നെന്തിനാണ് വന്നത്? ദ്വാരപ്പിക്കാനാണ് വന്നത്. 2 കൈകളും ഉയർത്തിയിട്ട് കാളമ്പാടി ഉസ്താദ് ദുആ ചെയ്തിട്ട് എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളി, എനിക്കിവിടെ വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. എന്തൊരു മനസ്സിന്റെ നിഷ്കളങ്കതയാ! അല്ലാഹുവേ, അവരെ കണ്ണന്ത് പൊട്ടല മുക്കുർക്കാന്ന് തന്നെ വിളിച്ചിട്ട് ചില ആൾക്കാരെ ടൈറ്റാക്കിയിട്ട് മുക്കുർക്കാന്നല്ല വിളിക്കുന്നല്ല. നല്ല ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് ചില മക്ക മുക്കുറിക്കാനെ ഉസ്താദ് എന്ന് വിളിച്ചങ്ങ് അബ്ബ ഏതല്ലേ അത് ഉസ്താദല്ലല്ല, ഉസ്താദ് അതല്ലേ, ഇത് മുക്കുറുക്കല്ലേ. ബഹുമാനിക്കാൻ പഠിപ്പിക്കണം തന്നെയാണ്. ആര് മുക്കുറി ഉസ്താദ് ഇമാമിനെക്കാണും മഹത്വമുണ്ട് മുക്കുറിക്ക്. അല്ലോ സാർ, അല്ലോ സാർ, ഖത്തീബ് ഉസ്താദ് നല്ല ഒരു സ്വഭാവം, നല്ല പെരുമാറ്റം. അല്ലാഹു തആല അങ്കോല ഫത്ഹുല്ലാഹിൽ ഖാദിരി തങ്ങളെ നാട്. അല്ലേ സാർ? ഫത്ഹുല്ലാഹിൽ ഖാദിരി വലിയ വലിയ ഇൽമിൻ്റെയും തസൗഫിൻ്റെയും ലോക ചക്രവർത്തിയായ ഫത്ഹുല്ലാഹി തങ്ങളുടെ നാട്ടുകാരൻ. അല്ലാഹു തആല ഫത്ഹുല്ലാഹിൽ ഖാദിരി അങ്കോല തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. മുക്രിക്കാക്ക് വലിയ നാളെ മഹ്ശറിൽ വരുമ്പോൾ വലിയ തലയായിട്ട് നല്ല ഉന്നതിയിൽ നല്ല ഗറ്റപ്പിൽ വരുന്ന ആളുകളാണ്. അള്ളാഹ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് വിളിച്ച ആളുകൾ. വലിയ സ്ഥാനമുണ്ട്. മുക്രിക്കെ നിങ്ങളുടെ കണ്ണ് പൊട്ടിയമേ ഔദര സൈറ്റ് തുപ്പിട്ട് വെച്ചത് കാണില്ലേ? നിന്റെ കണ്ണൊന്ന് പൊട്ടിനാ, നിന്റെ കൈ എന്താ പണം വെച്ചിനാ അല്ലേ? നജസ് ബീഡങ്ങും അത് എല്ലാം മുക്കുറുക്കാണെന്നില്ല. നമുക്കെല്ലാം എടുക്കാം. പ്രസിഡന്റിക്കും എടുക്കാം, സെക്രട്ടറിക്കും എടുക്കാം, ഖജാഞ്ചിക്കും എടുക്കാം, യങ്മെൻസുകാരനും എടുക്കാം, SKSOക്കാരനും എടുക്കാം, എല്ലാവർക്കും എടുക്കാം. നമ്മളൊക്കെ ബാധ്യതയാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണമല്ല. അതുകൊണ്ട് പൊന്നു മുഅ്മിനീൻ എന്ത് പറഞ്ഞാ മുക്കുറിക്കണ്ടല്ലേ? മുക്കുറിക്കൊക്കെ പൊതുവാക്കി റായത്തമ്മ
അപ്പോൾ പ്രസിഡന്റോട് കേട്ടാൽ നിങ്ങൾ പിർസത്തിൽ കൊടുത്ത് റായത്തമ്മ പെണ്ണാക്കിയാറില്ല മുക്കുറുക്കെന്ന് ഞങ്ങ പെണ്ണാക്കിയിരുന്നല്ലോ സാർ അയലമേ ആക്കിയോണ്ട് ഒക്കെ എവിടെ അല്ല നോമ്പിൽ തൗബത്ത് പോയപ്പോൾ ഒന്ന് നിൽക്കിരി നോക്കിയിരല്ല അയല മോളു ആരെ അപകറാക്കട മോളു നോക്കിയപ്പോൾ അവൾക്ക് ആ ഉണ്ടായിട്ട് അയാൾക്ക് ആ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങ് അതെല്ലാം സമാക്കിയിട്ട് അങ്ങനെ സെറ്റായ മങ്ങില്ല ആര് അല്ല മുക്കരിക്ക എടുത്ത മുക്കരിക്ക നല്ല ഉസ്താദാ അള്ളാഹു ബർക്കത്താക്കട്ടെ പറഞ്ഞ് എന്നെ പോലത്തെ ഒരു മുക്കരിക്ക അത്ര തന്നെ ഇപ്പോഴത്തെ തൗബാവ് അങ്ങനെ തന്നെ മനുഷ്യന്മാർ എല്ലാം 4G ആയിട്ട് ഒട്രാസി എല്ലാം എന്തെല്ലാം ഇനി ചക്കര കഞ്ഞി അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ധാരാളം തൗബ ചൊല്ലുന്നവരാകണം, എപ്പോഴും വൃത്തിയുള്ളവരാകണം, വുളൂയിലൂടെ കടന്നിറങ്ങുന്നവരാകണം, നമ്മളെപ്പോഴും വുളൂ കാത്തു സൂക്ഷിക്കുന്നവരാകണം, ജനാബത്തുകാരായാൽ പെട്ടെന്ന് കുളിച്ചു കടന്നിറങ്ങുന്നവരാകണം. അല്ലാഹുവേ ഖൈർ നൽകണമല്ല. 40 വട്ടം ജനാബത്തുണ്ടായാരേ മുഹിദ്ദീൻ മാലയിൽ പറഞ്ഞില്ലേ, ഒരൊറ്റ രാത്രിയിൽ അള്ളാഹുവിന്റെ പരീക്ഷണമെന്നോണം 40 തവണ ജനാബത്തുണ്ടായി. ഗൗസുൽ-ആലം ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് 40 വട്ടവും ആ തണുത്തു വറക്കുന്ന ഐസും കട്ട പോലെയുള്ള ആ വെള്ളത്തിൽ കാത്തിരുന്ന് കുളിച്ചിട്ടല്ലാതെ പിന്നീട് അങ്ങോട്ട് കടന്നില്ല. പടച്ചോന്റെ പരീക്ഷണമാണ്. എപ്പോഴും ശുദ്ധിയോടെ ശൈഖുനാ ശംസുൽ ഉലമാ ശൈഖിന്റെ ഉറൂസിന്റെ സ്ഥലത്ത് നിന്ന് ബഹുമാനപ്പെട്ട കോഴിക്കോട് ശൈഖിന്റെ പള്ളിയില് ഉറൂസ് നടക്കുമ്പോ ഒരൽപ്പമങ്ങ് മാറി നിന്നപ്പോ ചോദിച്ചതിന് മറുപടിയായി ശംസുൽ ഉലമ പറഞ്ഞത്, ഉളൂ ഇല്ലാതെ ഈ മജില്ലതല്ല, ഞാൻ ഉളൂ ഇല്ലാതെ ഏത് സദസ്സിലും ഇരിക്കാറില്ല. ഉളൂവിൽ നിന്ന് മക്കൾ സ്കൂളിൽ പോകുമ്പോ, മദ്രസക്ക് പോകുമ്പോ, കച്ചവടത്തിന് കച്ചവടക്കാര് പോകുമ്പോ എപ്പോഴും ഉളൂയിലായി ജീവിക്കുന്ന ആളുകൾ അള്ളാന്റെ മലക്കുകളുടെ കാവലിലാണ്. അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരുപാട് റബ്ബിലേക്ക് അടുക്കാൻ പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണം. അല്ലാഹ് തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കാണ് സ്വർഗമുള്ളത്? അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് സ്വർഗം. അവരുടെ ലക്ഷണം എന്താണ്? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഒരു വലിമത്തരമില്ല, അഹങ്കാരമില്ല. ശൈഖുനാ മിത്തബൈൽ ജബ്ബാർ ഉസ്താദ് അവരുകൾ വിനയത്തിന്റെ പ്രതീകമായിരുന്നു. ടിഫിന്റെ ബുദ്ധി തുടക്കരുന്നേ, ಅದಕ್ಕೆ ಬೇರೆ ಎಕ್ಸ್ಟ್ರಾ ಪಾತ್ರೆ ഒന്നുമില്ല. ഇതിരമേ വലിച്ചിട്ട് ഇതിരമേ എടുത്തിട്ട് സപ്പായാക്കിട്ടാ പോട്ട് തങ്ങക്ക് ഉസ്താദുകല്ല പോട്ട്. ഏത് മക്കളെന്ന് കൽക്കിട്ട് തോർത്തിരുവതില്ലേ ഏതിര് ബാത്റൂം വിളിച്ച പോയിട്ട് തോർത്തു അതും ഇതേനായിട്ട് ഒരു പക്കത്ത് പഞ്ചാദികളിലായിട്ട് മാപ്പിളെ പെഞ്ഞരിത്തല സമാക്കര അങ്ങനത്തെ ಎಲ್ಲ സ്വരമുണ്ട്. ആക്കി ലാസ്റ്റ് ആഴ്ച ಒಂದು ಎಲ್ಲத்துக்கு ರೆಡ್ಯೂಸ್ತದು ಒಂದು ನಿಂಗಮೇ ಚಲೋ ನಕ್ಕು ತೀರಾ ಒಲ್ಲೂರು ಜನ್ನಾಲಿಗೆ ಹೊರ್ಕಾಂಗು നൈറ്റ് ചേഞ്ച് ആക്കണമെങ്കിൽ മാത്രം ഈ പഞ്ചായത്തിക്കെല്ലാം ഒപ്പം എന്തായി, ഇല്ലെങ്കിൽ ഒപ്പകാവില്ല. അതായത് ഒരു ജന്നാല് കുറയ്ക്കാൻ എന്താക്കണ നൈറ്റ് 4 പോയെങ്കിൽ ഈ ബാസിൻ അത് ഇന്നത് സബുൽ സലാമത്ത് അങ്ങനെ ഇക്കൊത്തിര വീട്ടിലേക്കുള്ള ബറക്കത്ത്. നല്ല വൃത്തിയാണ്, നല്ല വൃത്തി വേണം, നല്ല വൃത്തി. ഒരാളുടെ ക്ലീൻ നിശ്ചയിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? അയാളുടെ ചെരുപ്പ് നോക്കിയിട്ടാണ്. ചെരുപ്പ് ക്ലീൻ. ഇപ്പൊ ഒരാൾ ബഗ്ഗിരി നോക്കുന്നു ചെരുപ്പ്, ഇപ്പൊ നോക്കണ്ട പരല് പോയിട്ട് ചെരുപ്പ് ക്ലീൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് ക്ലീൻ എന്നർത്ഥം. ഇനിയിപ്പോൾ നാളെ ജുമ്മായിട്ട് പോകുമ്പോൾ ക്ലീനുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണ്ടോ? നാളെ അല്ലേ നല്ല ക്ലീനുള്ള ചെരുപ്പ് ആയിട്ട് അങ്ങനത്തെ ചില കൗമെല്ലാം ഉണ്ട്. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ക്ലീൻ വേണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വൃത്തിയോടെ നമ്മൾ ജീവിക്കണം. അല്ലാഹുവേ ഖൈർ നൽകണമല്ലാ. നല്ല രൂപത്തിലായി ജീവിക്കുന്നവരാകണം. മഹാന്മാരെ പറ്റി പറയണം. അത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മഹാന്മാരെ പറ്റി പറയാം, നല്ലതാണ്, കിതാബിലുണ്ട്, ബറക്കത്ത് കൂടുന്നാണ് ഫുഡ് കഴിക്കുമ്പോൾ. അതുപോലെ മഹാന്മാരുടെ ചരിത്രം പറയാ, നമ്മുടെ മക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുക. ഹജ്ജ് പെരുന്നാൾ എന്തെന്നുള്ളത് മക്കൾക്കറിയില്ല. ഹജ്ജ് പെരുന്നാൾ എന്തെന്ന് മക്കളോട് ചോദിക്കും. മക്കൾക്ക് പിന്നൊന്ന് ചോദിക്കും മക്കളോട്, മുഹറം ഒന്നും നമ്മുടെ മക്കൾക്കറിയില്ല. ഹജ്ജ് എന്തിനെന്നറിയില്ല, ഹജ്ജിന്റെ ചരിത്രങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. സിനിമാ നടന്മാരുടെ ചരിത്രങ്ങൾ അറിയാം, ഫുട്ബോൾ താരങ്ങളുടെ ചരിത്രം അറിയാം. എല്ലാ താരങ്ങളുടെയും ഇഷ്ടം, പേരും, കുടുംബം, ആയുസ്, വയസ്സ് എല്ലാം അറിയുന്ന നമ്മുടെ മക്കൾക്ക് അമ്പിയാക്കന്മാരെ പരിചയമില്ല. അമ്പിയാക്കന്മാരെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം.
യൂസുഫ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, എന്തെല്ലാം മനോഹരമായ ചരിത്രങ്ങളാണ് അല്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലിട്ടതോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാപ്പയെ സങ്കടപ്പെടുത്തിയതും എന്തോരു നല്ല ചരിത്രങ്ങളാണ്. ചതിയുടെ 2 സഹോദരന്മാർക്ക് ഇരിക്കാൻ ഒരു റൂം, ഒരു ഭക്ഷണ, 2 ആളിരുന്നു, പിന്നെ 2 ആൾ അവരും ഇരുന്നു. അങ്ങനെ ഇരുന്ന് 10 ആള് പൂർത്തിയായി. 11ാമനാണ് ബിന്യാമീൻ. ആരാണ് ബിന്യാമീൻ? യൂസുഫ് നബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും മകനാണ്. ബാക്കിയുള്ളവരൊക്കെ ഉപ്പയുടെ മാത്രം മക്കളാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മോനാണ് ബിന്യാമീൻ. ബിന്യാമീൻ കരയുകയാണ്, പൊട്ടി കരയുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമാകുന്ന രാജാവ് ചോദിക്കുകയാ, അല്ല സഹോദരാ, നീ എന്തിന് കരയുന്നു? അപ്പോൾ ബിന്യാമീൻ പറയുകയാണ്, ബിന്യാമീൻ അപ്പോഴും പൊട്ടിക്കരയുകയാണ്, എനിക്കെന്റെ യൂസുഫാകുന്ന സഹോദരൻ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ, എനിക്കിവിടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരന്റെ കൂടെ കടക്കാ, എനിക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ സഹോദരന്റെ കൂടെ കടക്കാനുള്ളൊരു ചാൻസ് അതുപോലും കിട്ടിയില്ലല്ലോ. എനിക്കെന്റെ യൂസുഫിനെ ഓർമ്മ വരുന്നു, എന്റെ സഹോദരനെ ഓർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. പൊട്ടി കരയുകയാണ് ബിന്യാമീൻ എന്നവർ. രാജാവ് പറയുന്നു, നീ സങ്കടപ്പെടേണ്ട, ബേജാറാവണ്ട, ഇങ്ങ് വാ. രാജാവിന്റെ കൊട്ടാരത്തിന്റെ സ്പെഷ്യൽ റൂമിൽ കൊണ്ടുപോയി അവിടത്തെ മെത്തയിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ഇവിടെ കിടക്കാം. ബിന്യാമീൻ പറയുന്നു, രാജാവേ, ഇതങ്ങയുടെ കിടക്കയല്ലേ, ഇതങ്ങയുടെ മെത്തയല്ലേ, അങ്ങയുടെ മെത്തയിൽ കിടക്കാൻ ഞാൻ അർഹനല്ല. വേണ്ട രാജാവേ. ഒരുപാട് നേരം സംസാരിക്കുകയാണ് അനുജനായ ബിന്യാമീനോട് യൂസുഫ് നബി അലൈഹിസ്സലാം. സംസാരം ഒരുപാട് നീണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ബിന്യാമീനെ, ഞാൻ ആരാണെന്നറിയോ? നിന്റെ മരിച്ചുപോയി എന്നും കാണാതെയായുമെന്നും പറഞ്ഞ യൂസുഫില്ലേ, യൂസുഫ് ഞാനാ. രാവിലെ വരെ സഹോദരന്മാർ അവർ ഇറങ്ങിയില്ല. കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് കരഞ്ഞും ചിരിച്ചും രസിച്ചും ബേജാറും സന്തോഷവും അവർക്ക് കടിച്ചു നിൽക്കാൻ കഴിയാതെ, പിടിച്ചു വെക്കാൻ കഴിയാതെ കൊട്ടാരത്തിൽ രാവിലെ വരെ കൊട്ടാരത്തിലെ രാജാവാകുന്ന യൂസുഫ് നബിയെ തവണകളായി കെട്ടിപ്പിടിച്ചുമ്മ വെക്കുകയാണ്. ബിന്യാമീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. കണ്ടോ, സഹോദരന്മാർ ചതി കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ യൂസുഫ് നബി പിന്നെ രാജ്യം ഭരിക്കുന്ന രാജാവായില്ലയോ? ആര് ചതി കാണിച്ചാലും നമുക്ക് അല്ലാഹു തരുന്നത് തരുക തന്നെ ചെയ്യും. നമ്മ അല്ലാഹുവിൽ ഏൽപ്പിച്ചാൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അതാണ് ദാവൂദ് നബി, അറിയില്ലേ, വലിയ മുഅ്ജിസത്തുള്ള വലിയ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ ഉപ്പയ്ക്ക് 13 മക്കളാണ്. 13ാമത്തെ മകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. 12 മക്കളും നല്ല ഉഷാറാണ്, നല്ല ആക്റ്റീവായ മക്കളാണ്. 12 മക്കളും നല്ല ഉഷാറാ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല ചെലവുണ്ട്. ഒരുപാട് ഭാരിച്ച ചെലവുകളൊക്കെ ഉള്ള ഒരു സദസ്സാണ്. നല്ല സംഭാവന എല്ലാവരും നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്ത ഒരു സലാത്ത് ചൊല്ലുക. സ്വലാത്തുല്ലാ എന്തൊരു ഉഷാറില്ലാത്ത, ഒന്നുകൂടി ചൊല്ലു. സ്വലാത്തുല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം റഹ്മാനെ. നിർത്താല്ലേ? 10:30 5 മിനിറ്റാ, സമയം കുറേ ആയി അല്ലേ? 10:30 മണിയായി. ഇൻഷാ അല്ലാഹ് കുറച്ച് ഏലമും കാര്യങ്ങളൊക്കെ അല്ലേ,
അതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്താം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് മന്ത്രിച്ച തേനുണ്ട്. ജബ്ബാർ ഉസ്താദിൻ്റെ മോൻ മന്ത്രിച്ച തേനുണ്ട്. കുറച്ച് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊടുത്തയക്കുന്നുണ്ട്. 1000 റുപ്യയോ 500 റുപ്യയോ ഒന്നും കഴിയാത്തവർ 313 റുപ്യ ഇങ്ങനെ കൊടുക്കുക. പൈസ കൊണ്ടുവരാത്ത ആൾ പേര് കൊടുത്തയക്കുക. അങ്ങനെ എങ്ങനെങ്കിലും നിങ്ങൾ കുറച്ച് ആളുകളൊക്കെ വാങ്ങി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉപ്പക്കുള്ള എല്ലാ മക്കളും നല്ല ഉഷാറുള്ള മക്കളാണ്. 13ാമത്തെ മോനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അവരെന്ത് ചെയ്യലില്ല, ആര് ചോദിച്ചാലും ഈ 13ാമത്തെ മോനെ പറ്റി പറയലില്ല. അത്ര ഉഷാറില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. സഹോദരന്മാരും മൈൻഡ് ചെയ്യുന്നില്ല, വാപ്പയും മൈൻഡ് ചെയ്യുന്നില്ല. വാപ്പാട് ആര് ചോദിച്ചാലും അയാൾ മക്കത്തിന് 12 മക്കാന്ന് മാത്രമേ പറയുന്നത്. ഒരുത്തനെ കണക്കുന്ന് കേട്ടോ, ഓൻ പുറത്ത്. അയാൾ വരുത്തൂല്ല, വീട്ടിലേക്കും വരുത്തില്ല. ഇവർക്ക് അദ്ദേഹത്തോട് താല്പര്യവുമില്ല, ബഹുമാനവുമില്ല. ഇവർ കണ്ടാൽ പോലും അയാളോട് മുണ്ടൽ പോലുമില്ല. അത്രയും എല്ലാവരും ഒഴിവാക്കി കടന്ന ഒരാളാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല അപ്പോൾ ഒരു പ്രവാചകന് വഹി അറിയിക്കുകയാണ്. മീശ എന്നും ഈശ എന്നും പേരുള്ള ദാവൂദ് നബിയുടെ ഉപ്പയുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ പ്രവാചകനാണ്, അല്ലാഹു തെരഞ്ഞെടുത്ത നബിയാണ്. അത് നബി ആരാണെന്നറിയാൻ ഇരുമ്പിന്റെ കിരീടം കൊണ്ടുപോകണം. ഇരുമ്പിന്റെ കിരീടം, ഇരുമ്പിന്റെ ടൊപ്പി അത് കൊണ്ടുപോയി മീശയുടെ ഓരോ മക്കളുടെയും തലയിൽ വെക്കണം. ആരുടെ തലയിൽ വെച്ചപ്പോഴാണത് കലങ്ങിപ്പോകുന്നത്? ഇരുമ്പിന്റെ കിരീടം കലങ്ങിയിട്ട് വെള്ളമാകുന്നത് ആരുടെ തലയിൽ വെച്ചപ്പോഴാണ്? ആ സമയത്ത് നിങ്ങൾ അറിയണം, അദ്ദേഹം അല്ലാഹു സെലക്ട് ചെയ്ത പ്രവാചകനാണ്, നബിയാണ്. അല്ലാഹു തആല തിരഞ്ഞെടുത്ത പ്രവാചകനാണെന്നറിയണം. അങ്ങനെ അറിഞ്ഞാൽ അത് നാട്ടുകളിൽ മുഴുവനും അറിയിക്കണം അയാള് പ്രവാചകനാണെന്ന്. അങ്ങനെ മീശയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈശ എന്നും പേരുള്ള അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, ഈ നബി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 12 മക്കളുണ്ട്. ഈ 12 മക്കളെയും വിളിക്കാൻ പറഞ്ഞു. ഓരോരുത്തരുടെയും തലയിൽ വെച്ചു ഇരുമ്പിന്റെ കിരീടം, ടൊപ്പി വെച്ചു. ഇല്ല, മാറ്റമില്ല, കലങ്ങുന്നില്ല, ചേഞ്ചസ് ഇല്ല. 12 മക്കളുടേതും കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുകയാ, ഇനിയും നിങ്ങൾക്ക് മക്കളുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. ആ പ്രവാചകൻ പറഞ്ഞുവല്ല, നിങ്ങൾക്ക് മക്കളുണ്ടിനിവിടെ. കാരണം നിങ്ങൾക്ക് മക്കളെ തന്ന റബ്ബാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ മക്കളിൽ ഒരാളുടെ തലയിൽ ഇരുമ്പിന്റെ കിരീടം കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ അത് വെള്ളമായി ഉരുകി വലിക്കുമെന്നും ആ ആള് അള്ളാഹുവിന്റെ നബിയാണെന്നും എന്നോട് പറഞ്ഞതെന്റെ റബ്ബാണ്, അത് കളവല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും മക്കളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് 13ാമനായി ഒരു മോനുണ്ട്. ആർക്കും വേണ്ടാത്തവനാണ്, ആരും പരിഗണിക്കാത്തവരാണ്. ഞങ്ങളാരും മൈൻഡ് ചെയ്യാറില്ല, ഞങ്ങളാരും പരിഗണിക്കാറില്ല, ഞങ്ങളാരും ഒരു വിഷയത്തിലും ഇടപെടുത്താറുമില്ല, വീട്ടിലേക്ക് വരാറുമില്ല. ആർക്കും വേണ്ടാത്തൊരു മോന് 13ാമതായിട്ടൊരു പൊന്നുമോനുണ്ട്. ആ മകനെ തേടിപ്പിടിക്കുകയാണ്. ആ മകനെയും തേടിപ്പിടിച്ച് ആ മകന്റെ തലയിലേക്ക് ഇരുമ്പിന്റെ കിരീടം, ഇരുമ്പിന്റെ ടൊപ്പി വെച്ചപ്പോ ആ ഇരുമ്പിന്റെ ടൊപ്പി വെള്ളമായി കലങ്ങുകയാ. നാടായ നാടുകളിൽ മുഴുവനും ഈ പ്രവാചകം പറഞ്ഞു നടന്നു, ഇദ്ദേഹം അല്ലാഹു സെലക്ട് ചെയ്ത നബിയാണ്, ദാവൂദ് നബിയാണ്. ദാവൂദ് നബിയുടെ വാപ്പാക്ക് വേണ്ടായിരുന്നു ദാവൂദ് നബിയുടെ സഹോദരങ്ങൾക്ക് വേണ്ടായിരുന്നു. അവർക്ക് ഉഷാറ് പോരാ, അവർക്ക് ആക്റ്റീവ് പോരാ, അവർക്ക് പ്രവർത്തനം പോരാ.
ആർക്കും സ്വന്തം വാപ്പക്ക് പോലും സ്വന്തം സഹോദരങ്ങൾക്ക് പോലും വേണ്ടാത്തവരായിട്ടിരുന്ന ദാവൂദിനെ അല്ലാഹു തആല അവന്റെ പ്രവാചകനാക്കി നബിയാക്കി അല്ലാഹു സെലക്ട് ചെയ്തില്ലയോ? ഒരാളെയും ചെറുതായി കാണരുത്, ഒരു മുത്തഅല്ലിമിനെയും അവഹേളിക്കരുത്, ഒരാളെയും കളിയാക്കി ചിരിക്കരുത്. നാം കളിയാക്കി ചിരിച്ചവർ സ്വർഗത്തിൽ ഉന്നത പദവികളാകാം. കള്ളുകുടിയനെ കളിയാക്കുകയല്ല വേണ്ടത്, കഞ്ചാവുകാരന്റെ ജമാഅത്തുനിന്ന് പുറത്തു വെക്കുകയല്ല വേണ്ടത്, അവന് ശരിയായ കൗൺസിലിംഗ് കൊടുക്കുകയാ വേണ്ടത്. കച്ചവടം തകർന്നവനെ അവഹേളിക്കുകയല്ല വേണ്ടത്, അവനെ സപ്പോർട്ട് ചെയ്യുകയാ വേണ്ടത്. ആർക്കും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോയാൽ നമുക്ക് അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകുകയാണ്. നമ്മളോ ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ് വല്ലഹി മാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. നമ്മളോ അല്ലാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടുന്നവരാകണം. അവൻ തന്ന മക്കൾ, അവൻ തന്ന സമ്പത്ത്, അവൻ തന്ന വീട്, അവൻ തന്ന വാഹനം, അവൻ തന്ന സൗന്ദര്യം, അവൻ തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ടാൽ നിങ്ങളുടെ അമല് കൊണ്ട്, നിങ്ങളുടെ നിസ്കാരം കൊണ്ട്, നിങ്ങളുടെ തഖ്വ കൊണ്ട് അല്ലാഹു നിങ്ങളെ പൊരുത്തപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എപ്പോഴും ഇല്ല ഇല്ല, എപ്പോഴും ബുദ്ധിമുട്ട്, എപ്പോഴും ബേജാറ്, ഞങ്ങൾക്കെന്തേ ഇങ്ങനെ, ഞങ്ങളെ പുരയിൽ എന്തേ അസുഖം, ഞങ്ങളെ ഒത്തുലങ്ങക്ക് എന്തേ സീക്ക്, ഞങ്ങൾക്ക് എന്തേ പ്രോബ്ലം, അതൊഴിവാക്കിയിട്ട് ധാരാളം അൽഹംദുലില്ലാ ചൊല്ലിയാൽ, അൽഹംദുലില്ലാ ഇത്രയുണ്ടല്ലോ, കൈയുണ്ടല്ലോ, കാലുണ്ടല്ലോ, കരളുണ്ടല്ലോ, കിഡ്നി വർക്ക് ഉണ്ടല്ലോ, ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിന് ക്യാൻസർ ഇല്ലല്ലോ, വായിൽ ക്യാൻസർ ഇല്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അല്ലാഹുവിന് ധാരാളം അൽഹംദുലില്ലാ ചൊല്ലിയാൽ നിങ്ങളെ പെട്ടെന്ന് അല്ലാഹു സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. നിസ്കരിക്കാതെ ഗ്രൗണ്ടുകളിൽ കളിക്കുന്ന ചെറുപ്പക്കാര് അല്ലാഹു പൊരുത്തപ്പെടുമോ? നിസ്കാരം ഒഴിവാക്കിയിട്ട് എക്സസൈസ് ഉസ്താദ്, ബോഡി ഫിറ്റിംഗ് ഒന്നും അല്ലാഹു പൊരുത്തപ്പെടുന്നില്ല. നിന്നെ പടച്ച റബ്ബ് അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യാതെ, തഖ്വ ചെയ്യാതെ, ആരാധനകൾ ചെയ്യാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. നിസ്കാരം ഫർളുകൾ വിട്ടലോടുകൂടെ നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നാൽ നീ ഏറ്റവും നല്ല ആബിദാണ്, നീ ഏറ്റവും നല്ല മുഅ്മിനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ കല്യാണ വീടുകൾ ഇസ്ലാമി ചട്ടക്കൂട്ടിലാകണോ? കല്യാണത്തിന് അനാവശ്യങ്ങൾ ഉണ്ടാവരുത്. മൊയ്ലാഞ്ചിയുടെ പേരിൽ ഒരുപാട് തിന്മകൾ, പാട്ടുകൾ, ഡാൻസുകൾ, തുള്ളിച്ചാടലുകൾ. മൊയ്ലാഞ്ചിയുടെ പേരിൽ നട്ടപ്പാതിരാ സമയം വരെ സുബഹിയും കളാക്കിയിട്ട് എന്ത് കല്യാണമാണ്, എന്ത് ബറക്കത്തുള്ള ദിവസമാണ്. അതുകൊണ്ട് ഉമ്മിനീങ്ങളെ, ഉമ്മവങ്ങന്മാരെ, നമ്മുടെ കല്യാണ പരിപാടികൾ, കല്യാണം കഴിഞ്ഞാൽ പൊന്നു ചെറുപ്പക്കാരെ, താളമെന്ന പേരിൽ നടക്കുന്ന അനാചാരോ, നട്ടപ്പാതിരാ രാത്രി വീടുകളിൽ കയറി ആക്രമിച്ച് വയലിലേക്ക് ആനിറങ്ങിയ പോലെ അക്രമം നടത്തിയിട്ട് നട്ടപ്പാതിരാ രാത്രി പുതിയാപ്പളയുടെ കൂടെ പോയിട്ട് അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നീ കാഴ്ചവെച്ചാൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. താളത്തിന്റെ പേരിൽ, മറിച്ചുകൂട്ടലിന്റെ പേരിൽ, തിരിച്ചുകൂട്ടലിന്റെ പേരിൽ എന്തൊക്കെ അനാചാരങ്ങളാണ്. അപ്പത്തമംഗലത്തിന്റെ പേരിലാണെങ്കിലോ, സുന്നത്തമംഗലത്തിന്റെ പേരിലാണെങ്കിലോ, ബർത്ത്ഡേയുടെ പേരിലാണെങ്കിലോ അനാചാരങ്ങൾ സഹിക്കാൻ കഴിയില്ല. അനാചാരങ്ങൾ നിർത്തലാക്കാതെ നമുക്ക് അല്ലാഹു ബറക്കത്ത് ചൊരിയുന്നില്ല, നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ബാൻഡും ചണ്ണിച്ചിട്ടല്ല അപ്പത്തമംഗലം കഴിക്കേണ്ടത്. സ്വാലിഹീങ്ങളായ സന്താനത്തിന് വേണ്ടി ഒരുക്കമൊരുങ്ങുമ്പോൾ
അനാവശ്യമായ പാശ്ചാത്യ സംസ്കാരങ്ങൾ കടമെടുത്തിട്ടല്ല നിക്കാഹിന് ചണ്ടമുട്ടുക, നിക്കാഹിന് പട്ടാക്കി പൊട്ടിക്കുക, പടക്കം പൊട്ടിച്ചിട്ട് ആക്രമിച്ചിട്ട് വേണ്ടാത്തരങ്ങൾ ചെയ്യാതെ നിസ്കരിക്കാതെ പാവപ്പെട്ടവരെ ചീത്ത വിളിച്ചിട്ട് ഭക്ഷണങ്ങൾ ഇസ്രാഫ് ചെയ്തിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് പുതിയാപ്പിളെ ആനയുടെ പേരിൽ കുതിരയുടെ പേരിൽ JCBയുടെ മുകളിൽ പലതിലും കൊണ്ടുപോയി, ശവപ്പെട്ടിയിലും കൊണ്ടുപോയി. എന്തൊരു മോശങ്ങളായ പ്രവർത്തനങ്ങളാണ്. അള്ളാഹു പൊരുത്തപ്പെടില്ല. എന്ത് ന്യായം പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ അത് അപ്പഴത്തെ മംഗളം മാത്രമല്ല, ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന മുസ്ലിം ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിന്റെ നിക്കാഹും ഇസ്ലാമിക സമ്പ്രദായത്തിലാകണം, നിന്റെ വീട്ടിലെ കർമ്മങ്ങൾ ഇസ്ലാമിക ചട്ടക്കൂട്ടിലാകണം, നിന്റെ അപ്പത്ത മംഗളോ ഇസ്ലാമിക ചട്ടക്കൂട്ടിലാകണം. അല്ലാതെ പോയാൽ അള്ളാഹു വെറുതെ വിടുകയില്ല, അള്ളാഹു ആരെയും വെറുതെ വിടുകയില്ല. തെറ്റായ സംസ്കാരം ആരാണ് കാട്ടിക്കൊടുത്തവർ അവർക്ക് തെറ്റിന്റെ ഒരംശം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാ കാര്യങ്ങളും അള്ളാഹു പൊരുത്തപ്പെടുന്നത് പോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലവരായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ കഴിയണം. അള്ളാഹുവേ തൗഫീഖ് നൽകണം. അല്ലാഹ്